ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഇന്ന് അല്പം ക്ഷേത്രകാര്യങ്ങളെക്കുറിച്ച് പറയാം. ക്ഷേത്രം എന്നാൽ അത് ഒരു വളരെ മഹത്തായ ഒന്നാണ്. അവിടെ പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എല്ലാം നമ്മൾ പാലിക്കണം. ആദ്യമായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈ അറിവിലേക്കാണ് ഞാൻ ചെറിയൊരു അറിവ് പകരുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പ്രയാസങ്ങളും ഒന്നും ദൈവത്തിനോട് പറയണ്ട. അതെല്ലാം നമ്മളെക്കാൾ കൂടുതൽ നന്നായി ദൈവത്തിന് തന്നെ അറിയാം. നമ്മളവിടെ ചെല്ലുമ്പോൾ ചെയ്യേണ്ടത് ആകെ ദൈവത്തിൻ്റെ സ്തുതിച്ച് മന്ത്രങ്ങൾ ചൊല്ലുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ മന്ത്രങ്ങളേ ഉള്ളൂ, ഒരു 4 വരി മന്ത്രം. ഉദാഹരണത്തിന് നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ പോവുകയാണെന്ന് വിചാരിക്കുക. ഗണപതിയുടെ മന്ത്രം ആണ് നമ്മളവിടെ ചൊല്ലേണ്ടത്. ഗണപതിയുടെ മന്ത്രം ഇങ്ങനെയാണ്: സർവവിഘ്നഹരം ദേവം സർവവിഘ്ന വിവർജിതം സർവസിദ്ധി പ്രഭാതാരം വന്ദേഹം ഗണനായകം. ഈ മന്ത്രം 4 വരി മന്ത്രമേ ഉള്ളൂ. ഇത് എത്ര തവണ ഇങ്ങനെ ചൊല്ലിയാലും കുഴപ്പമില്ല. നമ്മൾ ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് ക്ഷേത്രത്തിൽ വലം വയ്ക്കുകയും എന്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ നമ്മൾ ഈ മന്ത്രം മാത്രം ചൊല്ലിയാൽ മതി. നമ്മളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അത് പരിഹരിച്ചുകൊള്ളും. അല്ലാണ്ട് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം, നമ്മുടെ മോൻ്റെ വിവാഹം നടന്നില്ല ഇതൊന്നും നടത്തി തരണേ എന്നൊന്നും പറഞ്ഞ, പണ്ട് മോളുടെ വിവാഹം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇതാ നേരെ തിരിച്ച് മോൻ്റെ വിവാഹം എന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാന്റെ മന്ത്രം മാത്രം ചൊല്ലുക. അപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഇതാണ് ചൊല്ലേണ്ടത്. അങ്ങനെ ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ചൊല്ലേണ്ട മന്ത്രങ്ങൾ ഞാൻ അടുത്ത ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഞാൻ ഓം നമ ശിവായ. ഓം നമ ശിവായ.